പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒപ്പം പാകിസ്ഥാനും തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം യുദ്ധവിമാനങ്ങളൊക്കെ പറപ്പിച്ചു തുടങ്ങി. അതായത് അതിൻ്റെ സൂചനകൾ, ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകുന്നു. അങ്ങനെയെങ്കിൽ അത് യുദ്ധത്തിലേക്കല്ലേ കിടക്കുന്നത്? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം നമ്മളിപ്പോൾ ലഷ്കർ ത്വയ്ബയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്താണ് RPF IRF ദി റെസ്പോൺസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അവരാണിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർക്ക് അതിൻ്റെ നേതാവിന് വലിയ സ്വീകരണമാണ് ആര് കൊടുത്തത്? നേരത്തെ കുറച്ച് ദിവസം മുമ്പ് സൈഫുള്ള കസൂരി എന്ന് പറയുന്ന ആളിന് പുഷ്പവൃഷ്ടി നടത്തിയാണ് അവരുടെ സൈനിക ക്യാമ്പിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചപ്പോൾ ഇതെല്ലാം ഒരു പരമ്പരയുണ്ട്, നമ്മൾ മനസ്സിലായി. ഒരു ദിവസം രാവിലെ വന്ന് ഈ സുഹൃത്തുക്കൾ വന്ന് ഇവിടെ വെടിവെച്ചതല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു. അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടിയോട് അദ്ദേഹം അവിടെ പറഞ്ഞു, ഇന്ത്യയുടെ നമ്മുടെ കഴുത്തിൻ്റെ ഞരമ്പാണ് പാകിസ്ഥാൻ, അല്ല കാശ്മീർ, പാകിസ്ഥാൻ്റെ കഴുത്തെടുക്കുന്നത് അതിൻ്റെ ഞരമ്പാണ് കാശ്മീർ. അവർക്ക് എന്തായാലും കാശ്മീർ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും എന്നുള്ള നിലയിൽ 2026 പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് അത് പോട്ടെ, അത് സൈനിക ക്യാമ്പിനകത്ത് പറഞ്ഞാൽ. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, പാകിസ്ഥാൻ ഓവർസീസിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു. അവിടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വലിയ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു മീറ്റിംഗ് നടന്നു. ഓവർസീസ് സിറ്റിസൻ്റെ ഒരു മീറ്റിംഗ് നടന്നു. ഇതിലവിടുത്തെ കരസേനാ മേധാവി എന്ത് പറഞ്ഞു? ഇതുപോലത്തെ പ്രസ്താവന നടത്തി. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്താണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ അത് അങ്ങനെ പ്രസ്താവന നടത്തിയ മേധാവി എന്തിനു ചെയ്തു എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യും. ഇതെല്ലാവരും കൈയടിച്ചു. വലിയ അപ്ലാസാണ് കിട്ടിയത് ആ സമ്മേളനം. അപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പാകിസ്ഥാനികളുടെ മനസ്സിൽ എന്താണുള്ളത്? ഇന്ത്യ ആക്രമിക്കണമെന്നാണോ? കാശ്മീർ പിടിച്ചെടുക്കണമെന്നാണോ? അവർ എത്ര ജന്മം വിചാരിച്ചാലും കാശ്മീർ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുമോ? ഇനി രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ വർഷം വരെ, അല്ല ഇന്നലെ വരെ, മിനിയാന്ന് വരെ കാശ്മീരിൽ ഇതുപോലെ ഒരുപാട് കലാപം ഉണ്ടാവാറുണ്ട്. ഈ ഒരു കലാപത്തിലോ അവിടുത്തെ മുസ്ലിങ്ങളോ അല്ലെ പള്ളിക്കാരോ ഒന്നും പുറത്തിറങ്ങാറില്ല. അവർ പേടിച്ചിറങ്ങാത്തതാവാം, അല്ലെങ്കിൽ മുസ്ലിം രാജ്യം ചെയ്തതുകൊണ്ട് ഇറങ്ങാത്തതാകാം. രണ്ടും ആകാം. ഏതെന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്തുന്നത് ശരിയല്ല. കാരണം അറിഞ്ഞൂടാത്ത കാര്യത്തിൽ ആരെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല. പക്ഷേ പ്രശ്നം അതല്ല. ഇന്നലെ ഒരു ബാനറിൽ ഹിന്ദു എന്നും മുസ്ലിം എന്നും സിഖ് എന്നും എല്ലാം എഴുതിയ ഒരു ബാനറിൽ തന്നെ എഴുതി പായി പായി എന്ന് എഴുതി ബാനർ പിടിച്ചിട്ട് സ്ത്രീകളടക്കം വലിയൊരു സംഘം അവിടെ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു, ഇന്ത്യക്ക് വേണ്ടി. പാകിസ്ഥാൻ്റെ പതാക കത്തിച്ചു കാശ്മീരിൽ. ഇതൊന്നും സംഭവിക്കുന്നതല്ല. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ പാകിസ്ഥാൻ എന്ത് പറ്റി? ഒരു അസ്വസ്ഥത തുടങ്ങി. പിന്നെ നമ്മൾ 7 മുതൽ 8 തീരുമാനമെടുത്തു ഇന്നലെ. അതിൽ വളരെ അവർക്ക് വലിയ അടി കിട്ടുന്നൊരു തീരുമാനമാണ് സിന്ധു നദിയുടെ ജലം തടഞ്ഞു വെക്കുന്നത്. അത് ക്യാപ്റ്റൻ അബേൻസ് വെച്ചിരിക്കുകയാണ്, കൊടുക്കുന്ന തടയും. വാഗാ അതിർത്തി അടച്ചു. ഇത് രണ്ടും അവർക്ക് വലിയ അടിയാണ്. അപ്പോൾ ഇത് അവിടുത്തെ ജനങ്ങളിൽ ഒരു എന്തുണ്ടാക്കിയിട്ടുണ്ട്? വേറൊരു ഭീതി അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനുള്ള സിന്ധ് പഞ്ചാബ് ഏരിയ, പഞ്ചാബിൻ്റെ പാകിസ്ഥാൻ പ്രദേശത്തുള്ള ആളുകൾക്കും കർഷകർക്കും എല്ലാം വലിയ ബഹളമുണ്ടായിട്ടുണ്ട്. ആ ബഹളത്തെ അടച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കരുത്, ഞങ്ങളിതാ യുദ്ധത്തിലേക്ക് പോകാൻ സജ്ജമാണ് പാകിസ്ഥാൻ എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ആർക്ക് കൊടുക്കുക കൂടിയാണ്? അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ കൂടിയാണ് അവർ ഈ മിസൈൽ വിമാനമൊക്കെ പറപ്പിക്കുന്ന പരിപാടികളൊക്കെ ആലോചിക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പ് തന്നെ വാർത്താമാധ്യമങ്ങളെ മുകളിലേക്ക് എടുത്താൽ കരയിലൂടെ അവരെ ആക്രമിക്കാതിരിക്കാനുള്ള കുഴിബോംബുകളും മറ്റു കാര്യങ്ങളൊക്കെ അവർ ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനുള്ള പുറപ്പാടാണ് പാകിസ്ഥാൻ? അവരുടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെ ഒന്ന് എണ്ണി ഹൈറാർക്കിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ തീവ്രവാദിയായിട്ടുള്ള സൈഫുള്ള കസൂരി പ്രസംഗിക്കുന്നു. അവിടുത്തെ സൈനിക മേധാവി ആ പ്രസംഗത്തെ ഏറ്റെടുക്കുന്നു. അദ്ദേഹം വലിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു. യാതൊരു കാര്യമുള്ള വിഷയമല്ല അവർക്ക് കാശ്മീർ. എന്നിട്ടും കാശ്മീരിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതവർ കത്തിച്ച് നിർത്താൻ ശ്രമിക്കുന്നു. ആഗോളതലത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് പാകിസ്ഥാൻ. എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ കൈവിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത് സംഭവിച്ചപ്പോൾ ചൈന, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സൗദി തുടങ്ങിയ ലോകത്തിലെ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് എന്ത് കൊടുത്തിരിക്കുകയാണ്? പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ചൈന സമ്മതിക്കുമെങ്കിൽ
അമേരിക്ക സമ്മതിക്കില്ല, അമേരിക്ക പറയുകയാണെങ്കിൽ ചൈന പറയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ്. അതെ. പക്ഷേ ഇതെല്ലാ രാജ്യവും എന്ത് ചെയ്തിരിക്കുകയാണ്, ഒറ്റക്കെട്ടായിട്ട്. ഒറ്റക്കെട്ടായി ഇന്ത്യക്ക് സപ്പോർട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സപ്പോർട്ടും ഈ കരാറിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വെച്ചപ്പോൾ പാകിസ്ഥാൻ ഒന്ന് വരണ്ടിട്ടുണ്ട്. അതിനുമാണ് അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സിംല കരാർ അവർ റദ്ദാക്കും, അല്ലെങ്കിൽ അവർ അത് ഇതുപോലെ ക്യാപ്റ്റൻ ബേഡ്സിൽ വയ്ക്കും. ഹിമാചൽ പ്രദേശിലെ അതിർത്തിയായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സിംല കരാർ ഞങ്ങൾ ഇനി പാലിക്കത്തില്ല എന്നുള്ളതിൽ അവർ പറയുന്നുണ്ട്. പിന്നെ അവരുടെ സന്നാഹം കണ്ടാൽ ഒരു യുദ്ധസന്നാഹത്തിൻ്റെ ഒക്കെയാണ് അവർ പോകുന്നത്. യുദ്ധമൊന്നും നടക്കില്ലായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും സന്നാഹം ഒരു വഴിവിട്ട രീതിയിലേക്കാണ് പോകുന്നത്. എത്തരത്തിലുള്ള സന്നാഹങ്ങളാണ് ഞാൻ ഈ പറഞ്ഞല്ലോ, ഒന്നെന്ന് പറയുന്നത് അവർ കുഴിബോംബുകൾ ഇടുക ലാൻഡ് ഏരിയയിൽ. കാര്യം അപ്പോൾ ലാൻഡിലൂടെയല്ല, വ്യോമസേന പ്രകടനം നടത്തുക, വായു പ്രകടനം നടത്തുക, ഈ മിസൈൽ വിമാനങ്ങളെ കൊണ്ട് പ്രകടനം നടത്തുക, യുദ്ധവിമാനങ്ങൾ പ്രകടനം നടത്തുക, പ്രകോപനപരമായ പ്രസ്താവന. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യ മേധാവി അത് പറയണമെങ്കിൽ സ്വാഭാവികം. മറ്റേ ആൾ പറഞ്ഞത് ചിലപ്പം കസൂരി പറഞ്ഞത് ചിലപ്പോൾ അയാളുടെ അഭിപ്രായമായിരിക്കാം, അയാൾ തീവ്രവാദിയാണെങ്കിൽ. പക്ഷേ സൈന്യ മേധാവി പറയണമെങ്കിൽ അത് എഴുതി കൊടുത്തതോ അല്ലെങ്കിൽ നേരത്തെ ഒരു അനുവാദം വാങ്ങുന്നതൊക്കെ ആയിരിക്കുമല്ലോ. പ്രസിഡന്റ് അറിയാതെ അത് പറയത്തില്ല. അപ്പോൾ പറയും. പിന്നെ ഒരു വനിത ഇന്നലെ വന്നിട്ട് പ്രതിരോധ മന്ത്രി വന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ കൃത്യമായി തിരിച്ചടിക്കും. നേരത്തെ ചായ കൊടുത്ത് പ്രതിരോധ മന്ത്രി നേരത്തെ ചായ കൊടുത്ത് പറഞ്ഞു വിട്ടതുപോലെ ഞങ്ങൾ പറഞ്ഞു വിടില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പോൾ ആ തരത്തിൽ അവർ ഒരു വശത്ത് അവർ പേടിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കൊരു ഭീതി ഉണ്ടോ എന്നൊരു തോന്നൽ അവർക്കുണ്ട്, ഒറ്റപ്പെടുമോ എന്നൊരു തോന്നലുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാഗ അതിർത്തിയിൽ നിന്ന് വിഡ്രോ ചെയ്തു. എല്ലാ വർഷവും സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടെ പരസ്പരം കൈ കൊടുക്കുന്നു, കൊടി ഉയർത്തും, പിന്നെ ബ്യൂകൾ വിളിക്കും. വലിയ പരിപാടികൾ നടക്കുന്നതാണ്, വലിയ സൗഹൃദത്തിൻ്റെ പരിപാടി നടത്തുന്ന അതിർത്തിയാണ്. ആ അതിർത്തി അടച്ചു. അത് ചെറിയ കാര്യമല്ല. അവരെ സംബന്ധിച്ച് വലിയൊരു അടിയാണ്. ഒരു സർവ്വദേശീയ തലത്തിൽ നമ്മൾ വാതിലടച്ചു എന്ന് പറയുമല്ലോ, നമ്മൾ അങ്ങനെ പറയുമല്ലോ. നമ്മൾ മതിൽ കെട്ടി വാതിലടച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി നിങ്ങളുമായിട്ട് യാതൊരു സൗഹൃദവും ഇല്ല എന്നുള്ള അർത്ഥത്തിനാണ് വാതിലടയ്ക്കുന്നത്. അതുവരെ വാതിൽ തുറന്നു കിടക്കണം. അപ്പോൾ വാഗ അതിർത്തി അടച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ കൊടുത്ത മെസ്സേജ് എന്താണ്? ഇനി നിങ്ങളുമായിട്ട് ഒരു സൗഹൃദത്തിന് ഞങ്ങളില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ വഴി, നിങ്ങൾക്ക് നിങ്ങളെ വഴി എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് എന്ത് മനസ്സിലായി? നമുക്കൊരു യുദ്ധത്തിലേക്ക് പോകുമോ? അവർ ശത്രുവായല്ലോ. അപ്പോൾ ശത്രുവായി കഴിഞ്ഞാൽ പിന്നെ തയ്യാറെടുക്കുക എന്നുള്ളതാണ്, യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഈ ചെയ്ത യുദ്ധങ്ങളെല്ലാം പാകിസ്ഥാൻ തോറ്റിട്ടുണ്ട്. എല്ലാ കാലത്തും അവർക്ക് നഷ്ടമേ വന്നിട്ടുള്ളൂ. ഇതിപ്പോ അവിടെ കിടന്ന് IT മന്ത്രി, പ്രതിരോധ മന്ത്രി പിന്നെ പറപ്പിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അയൽപക്കത്തെ വീട്ടിലെ പട്ടിക്കൂട്ടി കിടക്കുന്ന പട്ടി കിടന്ന് കുരയ്ക്കുന്ന ഒരു അവസ്ഥയല്ല അത്ര പോലും ഇല്ലെന്ന് പറയാം. കാരണം അവർക്കിത് കഴിയില്ല. അവരെന്തിനാണ് ഈ അരിശിതാവസ്ഥ ഉണ്ടാക്കുന്നത്? കാശ്മീരിലെ കൃഷി കുറവാണിപ്പോൾ. ഏറ്റവും വലിയ വരുമാന മാർഗം ടൂറിസമാണ്. ആ ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് ഉണ്ടാക്കുന്നത് ആരാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അരിയിൽ ഇവരെന്തിനാണ് കല്ല് വാരി എറിയുന്നത്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രതിരോധിച്ചിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. കാരണം അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇന്നലെ ഒരു അറ്റാക്കിൽ പോലും നടന്ന ഒരു അറ്റാക്കിൽ പോലും ഒരു മുസ്ലിം വിഭാഗത്തിൽ ഒരു സുഹൃത്ത് പോയി, അദ്ദേഹം മരിച്ചും പോയല്ലോ. ഇവരെ എതിർക്കാൻ, തീവ്രവാദികളെ എതിർത്ത കൂടുതൽ അദ്ദേഹം മരിച്ചും പോയി. മാത്രമല്ല ഏറെ രക്ഷപ്പെടുത്തിയ 2 ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തിയ 2 മുസ്ലിങ്ങൾ ചെന്നാണ് രക്ഷപ്പെടുത്തുന്നത്. അതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് എന്തില്ല? ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളില്ല. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല, ഒരിടത്തും കലാപം നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ മതം നോക്കി കൊല്ലുക, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പാകിസ്ഥാൻ ഇവിടെ വന്ന് 4 ആളുകളെ പിടിച്ച് മതം നോക്കി കൊന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം ഉടനെ മുസ്ലിങ്ങളായിട്ട് തല്ലുകൂടുമെന്നാണ്. ഒന്നുമില്ല. തീവ്രവാദത്തെ തീവ്രമായ രാഷ്ട്രം നേരിടും, വളരെ കൃത്യമായി നേരിടും. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. സുരക്ഷയിൽ കുറവുണ്ടായിട്ടുണ്ടോ? പരിശോധിക്കും. രാജ്യസുരക്ഷ കുറവുണ്ടായിട്ടുണ്ടോ? പരിശോധിക്കും. ഇപ്പോൾ വേറൊരു തർക്കം വന്നിട്ടുണ്ട്. 1,80,000 സൈന്യത്തെ റിക്രൂട്ട്മെന്റ് ഇതുവരെ നടത്തിയിട്ടില്ല, പെൻഡിങ്ങിലിരിക്കുന്നു. അത് പരിശോധിക്കും. ഇപ്പോൾ 5 പേരെ പിടിച്ചതില്ല, അതിൽ 3 പേര് പാക് പൗരന്മാരും 2 പേര് കാശ്മീർ പൗരന്മാരും. പക്ഷേ ഇത് നുഴഞ്ഞു കയറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല നുഴഞ്ഞു കയറാൻ അകത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടല്ലോ. അതെ, കാരണം ഇവര് പോയി ട്രെയിനിങ് ക്യാമ്പിൽ ചെന്ന് പഠിച്ച് തിരിച്ചു വന്നതാണ് ഈ കാശ്മീരി പൗരന്മാര്. അപ്പം ഈ 3 പേര് വന്നതും അതാത് പേരിലല്ല, മറ്റൊരു പേരിൽ തന്നെയാണ്. അപ്പോൾ നുഴഞ്ഞു കയറ്റം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കെട്ടിയിരിക്കുന്ന വേലയിലൂടെ വേറെ തരത്തിൽ മാത്രമല്ല പാകിസ്ഥാനി പല പൗരന്മാരും ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. പാകിസ്ഥാനികൾ ഇവിടെ അത്രയ്ക്കൊരു വലിയ രീതിയിൽ സൗഹൃദം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു ശീതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. മാത്രമല്ല അവർ ദൂരെ സൈനികരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ദൂരെ വെച്ച് വെടിവെച്ചിടും. അതെ, വളരെ ദൂരെയായിരിക്കും. ഇത് ആളിന്റെ അടുത്ത് വരുന്നു, മതം ചോദിക്കുന്നു,
മോഡിയോട് ചെന്ന് പറഞ്ഞേക്കൂ എന്ന് പറയുന്നു. അതെ അതെ എന്നെ കൂടെ കൊല്ലുമെന്ന് ഭാര്യ പറയുമ്പോൾ ഇയാളെ കൊല്ലുന്നില്ല, ഇയാൾ പോയി മോദിയോട് മോഡിയോട് പറഞ്ഞേക്കൂ എന്ന് പറയുന്ന രീതിയിൽ അത് വേറൊരു സൈക്കോളജിക്കൽ മൂവാണ് പാകിസ്ഥാൻ അതെ. ഈ തീവ്രവാദ സംഘടന ഇപ്പൊ ഇത് നടത്തുന്നത്. അവര് ഒരു പക്ഷെ പെട്ടെന്നുള്ള ഒരു ആക്രമണമല്ല, അല്ലല്ല, വളരെ പ്ലാൻ ചെയ്ത് മാത്രമല്ല ക്യാമറ ഉണ്ടായിരുന്നു. അതെ, അവരുടെ ഷട്ടിൽ ക്യാമറ വെച്ചിരുന്നു. അപ്പം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ മാത്രമല്ല ഇപ്പൊ തെറ്റിക്കുന്ന നുഴഞ്ഞു രീതിയിലുള്ള കയറുക എന്ന് പറയുമ്പോൾ ഈ ഒരു അതിർത്തിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഇപ്പുറത്തേക്കാണ് ഈ ഒരു പഹൽഗാം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഉള്ളത്, താഴ്വരയുള്ളത്. അപ്പോൾ എന്തായാലും ഈ 80 കിലോമീറ്റർ ഇവർക്ക് വനാതിർത്തിയിലൂടെ വരാൻ എത്രമാത്രം സാധിക്കും? അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇവർ ചിലപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട്. ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് കുതിരപ്പുറത്ത് നടന്നേ പോകാനും പറ്റുള്ളൂ. അവിടെ വാഹനങ്ങൾ പോകുന്ന സ്ഥലമല്ല. അത്ര മനോഹരമായ ഒരു വാലിയാണ്, താഴ്വരയാണ്, സ്വർഗമാണ്. ഔറംഗസീബ് പണ്ട് പറഞ്ഞത് ഭൂമിയിലെ സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വരയാണ് പറഞ്ഞത്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന അവിടെ ഹണിമൂണിനൊക്കെ പോകാൻ പറ്റുന്ന ആള്, ഈ മരിച്ചുപോയ ഒരു സൈനികൻ മരിച്ചല്ലോ, 6 ദിവസമായി കല്യാണം കഴിഞ്ഞു. ആ സൈനികൻ യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിലേക്ക് ഇതെടുത്ത ആളാണ്. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു വിധി എന്ന് പറയുന്ന, ഭാര്യയുടെയൊക്കെ ഒരു വിധി എന്ന് പറയുന്നത്. എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് പേർക്ക് ആഘോഷം, അവിടെ കുറച്ച് പേർക്ക് ഇത്. ഒരു രാജ്യത്തിനാണെങ്കിൽ നമ്മളിപ്പോൾ ചെറിയ രാജ്യമാണ്, യാതൊരു കഴിവില്ലാത്ത രാജ്യമാണ്, സൈനികമായിട്ടും ഒരു ദുർബലമാണ്, എല്ലാ അർത്ഥത്തിലും ദുർബലമാണ്. എന്നാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഹമാസിലേക്ക് ഇപ്പോൾ അന്വേഷണം ചൂണ്ടുന്നുണ്ട് എല്ലായിടത്തും. ലഷ്കർ തൊയ്ബയുടെ ഇതുണ്ടല്ലോ, സാർവദേശീയമായി തന്നെ ആഗോളതലത്തിൽ തന്നെ ഭീകരർക്കെതിരെയുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണത്തിൽ ഭാരതം തന്നെയാണ്, ഇന്ത്യയുടെ ഭാഗത്താണ് എല്ലാ ശരിയും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ എന്താണ് തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.